നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയുമ സാജൻ. എന്തുകൊണ്ട് ഇത്ര കടുപ്പിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ, ഒരു സുഹൃത്ത് എനിക്കൊരു ക്ലിപ്പിങ്സ് അയച്ചു തന്നു, ഒരു സിനിമയുടെ ക്ലിപ്പിങ്സ്. എന്തോ ഒരു മഹാസംഭവം നടന്ന പോലെയാണ് അയാൾ എനിക്ക് അയച്ചു തന്നത്. അയാൾ അയച്ചു തന്നിട്ട് അതിൽ ചില വാചകങ്ങൾ, അത് എന്നോട് എന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ. അപ്പോൾ ഞാൻ കരുതി ഞാൻ സ്ഥിരം യൂട്യൂബിലിടുന്നുള്ളത് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഞാൻ ആരെയും ദോഷങ്ങളൊന്നും പറയാറില്ല, എങ്കിൽ സംഭവങ്ങളെ പറയാറുള്ളൂ. അയാൾ ഇട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് കണ്ടു നോക്ക്, നിങ്ങളുടെ ഒരു സ്ഥിരം നടനാണല്ലോ മമ്മൂട്ടി. അതെ, ഞാനിപ്പോൾ എന്താ, ഇതൊന്ന് കണ്ടു നോക്ക്, കണ്ടിട്ട് അഭിപ്രായം പറയും എന്നൊക്കെ ഒരു ഭീഷണി ചെലുത്തി. ഈ സാധാരണ ഈ ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ക്യാമറയുടെ മുമ്പിൽ, അല്ല ഈ ടി വിയുടെ മുമ്പിൽ എന്തോ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നൊക്കെ അറിയാനൊരു ആകാംക്ഷ ഉണ്ടല്ലോ. അതുപോലെയാണ് ഈയിടെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇടാൻ നേരത്തെ ആൾക്കാർ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചിട്ട് ടി വിയുടെ മുമ്പിൽ നിന്ന് മാറിയിട്ടില്ല. ആരൊക്കെ അകത്തു പോവും, ആരുടെ പേരിലൊക്കെ ആരോപണങ്ങൾ വരും, ഏതൊക്കെ നടികളാണ് ആരെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് അറിയാനുള്ള ഭയങ്കര ആഗ്രഹമല്ലേ. കാരണം അത് നല്ലതിനല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ആരൊക്കെ അറസ്റ്റ് ചെയ്യും, ആർക്കൊക്കെ അറസ്റ്റ് ചെയ്താൽ ജാമ്യമില്ലാത്ത വകുപ്പ് എടുക്കും, അഥവാ ഒളിവിൽ പോവേണ്ടി വരുമോ, ഇതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ചില ആൾക്കാർ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ പറയും, ഞാൻ എത്രയോ കാലമായിട്ട് ഞാൻ സിനിമ എടുക്കാതിരിക്കുന്ന ആളാണ്. തൽക്കാലം ഞാൻ സീരിയലും എടുക്കുന്നില്ല. ഞാൻ ചില പത്രങ്ങളിലും കാര്യങ്ങളും ചെറിയ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ കാലമായിട്ട് സിനിമ എടുക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഞാൻ നമ്മുടെ ഏപ്രിൽ 19 എടുത്ത മോഹൻ വെട്ടത്തിൻ്റെ എറണാകുളത്തുള്ള റിസോർട്ടിൽ ഒരു സൈഡിൽ ഞാൻ നല്ല മനോഹരമായ ലൊക്കേഷനെ കാണിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ നല്ല അന്തരീക്ഷങ്ങളും കാര്യങ്ങളും, റോഡും, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ നിന്ന് എഴുതിയാൽ ആർക്കും കഥയില്ലാത്തവർക്കും കഥ എഴുതാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേക കഥ എഴുതാനായിട്ട് ഞാനും എൻ്റെ റൈറ്ററും കൂടെ അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ തീർന്നു. അത് കുറേ സമയം എടുക്കും. കാരണം അത് ശരിക്കും അദ്ദേഹം അല്പം തിരക്കാണ്, അദ്ദേഹം അല്പം പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നതും ആൾക്കാർ എന്നോട് ചോദിക്കുന്നതും. യഥാർത്ഥ സത്യത്തിൽ ഞാൻ ടി വി പോലും കാണാറില്ല, ഇതിനുള്ള സമയമില്ല. പിന്നെ ഈ മൊബൈലിലൊക്കെ വരുന്നതല്ലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കവെയാണ് ഇങ്ങനെ ഈ ക്ലിപ്പിങ്സ് അയച്ചിട്ട് കാണും. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഷോ ഇത് മമ്മൂട്ടിയോ എന്ന് ഞാനങ്ങോട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വീണ്ടും ആവർത്തിച്ച് നോക്കിയപ്പോൾ ആ സീന് ഒരു ബെഡ്റൂം സീനാണ്. ഒരാൾ തിരിഞ്ഞു കിടക്കുന്നു, തൊട്ടപ്പുറത്ത് നായിക. അവർ എന്തോ ഒരു കാളിംഗ് ബെല്ല് കേട്ട് അവരെഴുന്നേറ്റ് നേരെ പോകുന്നു. അത് ചെന്ന് കഥ തുറക്കുന്നു, കാണുന്നു. പിന്നീടാണ് നമ്മൾ മമ്മൂട്ടിയെ ശരിക്കും കാണുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും കണ്ടപ്പോൾ മമ്മൂട്ടിയാൽ കിടക്കുന്നു. ആ സീൻ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് സീനാണത്. അങ്ങനെ സീൻ വേണം ആ പടത്തിൽ. അല്ലാതെ മമ്മൂട്ടി അവൻ വിചാരിച്ച മാതിരി, അവനല്ല അയാളെന്ന് പറയാം. കാരണം അയാളുടെ ബുദ്ധിപ്രപഞ്ചം കൊണ്ടോ എന്തോ മമ്മൂട്ടിയുടെ ആരാധകൻ അല്ലാത്തതുകൊണ്ടോ ആയിരിക്കാം എനിക്ക് അങ്ങനെ ക്ലിപ്പിങ്സ് അയച്ചതും. ഞാൻ മമ്മൂട്ടിയുടെ ഒരു സിനിമ എടുക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം. സഭ്യമല്ലാത്ത രീതിയിൽ ആ സീനല്ല, അത് കണ്ടു നോക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് സീനാണത്. ആ സിനിമയിൽ നായകൻ പ്രേംനസീറാണ്, പിന്നെ സ്വപ്നയാണ് നായിക, രതീഷ് വില്ലനാണ്. മമ്മൂട്ടി ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പടമാണ് ഈ തിര പിന്നെയും തിര എന്ന സിനിമയാണത്. നമ്മുടെ പ്രശസ്ത സംവിധായകനായിരുന്ന PG വിശ്വംഭരൻ ആണ് ഡയറക്ടർ. ഏറ്റവും വലിയ നിർമ്മാതാവ് M മണി, അദ്ദേഹമാണ് നിർമ്മാതാവ്. ചുനക്കരയാണ് പാട്ട് എഴുതിയത്, ശ്യാമാണ് മ്യൂസിക്. എല്ലാം കൊണ്ടും നല്ല ടെക്നീഷ്യൻസും നല്ല പ്രൊഡ്യൂസർ, നല്ല ഡയറക്ടറൊക്കെ എടുത്തൊരു പടം. ആ ആളിന്, അതായത് ക്ഷീരമുള്ള അകിടിനും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ, ആ ചെറുപ്പക്കാരന് എന്നെ അല്പം ഇൻസൾട്ട് ചെയ്യാനുള്ള
അല്ലെങ്കിൽ എന്നെ ഒന്ന് പ്രകോപിപ്പിക്കാനുള്ള രീതിയാണെന്നാണ് ഞാൻ കരുതിയത്. അത് എത്രയേ ഉള്ളൂ. അയാൾക്ക് ഞാൻ ചെറിയൊരു മറുപടി കൊടുത്തു, കാരണം അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനം ഉണ്ടാവില്ല. പിന്നെ അയാൾ റിപ്ലൈയൊന്നുമില്ല. അത് ചില സിനിമകൾക്ക് ആവശ്യപ്പെടുന്നതാണത്. എന്നാൽ എൻ്റെ സിനിമയിൽ എനിക്ക് മമ്മൂട്ടി എന്നോട് സഹകരിച്ചു. എന്നാൽ മമ്മൂട്ടി എൻ്റെ ചക്കരമേൽ മമ്മൂട്ടി, കൂട്ടിനിളങ്ങളിൽ മമ്മൂട്ടി, അടുത്ത ഒരു നോക്ക് കാണാനിൽ മമ്മൂട്ടിയെ സമീപിച്ചപ്പോൾ മമ്മൂട്ടി പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, അതിൽ ബേബി ശാലിനി ഡബിൾ റോളാണ്. മമ്മൂട്ടിയുടെ യഥാർത്ഥ ഭാര്യയിലുണ്ടാകുന്ന ഒരു കുട്ടി ബേബി ശാലിനി. പണ്ട് വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടി വിവാഹ വാഗ്ദാനം കൊടുത്ത് അതിലൊരു അബദ്ധത്താൽ അന്നവൾ ഗർഭിണിയായി. ഒരു ചതിക്കപ്പെട്ടതല്ല, പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അവരവിടെ ഇല്ല. പക്ഷേ അവൾ ഗർഭിണിയായിപ്പോയി. അതിലും ബേബി ശാലിനി. അത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞങ്ങളന്ന് ബേബി ശാലിനിയുടെ ചക്കരയമ്മയും കൂട്ടിനിളങ്കിളിയും ഒക്കെ എടുത്തപ്പോൾ ബേബി ശാലിനിക്ക് നല്ല വ്യൂ ആണ്. ബേബി ശാലിനി ഉണ്ടെങ്കിൽ പടം സൂപ്പർ ഹിറ്റാണ്. മമ്മൂട്ടി ബേബി ശാലിനി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നിർമ്മാതാക്കളും ഞങ്ങൾ സംവിധായകരും ഈ കൊമേഴ്സ്യലനുസരിച്ച് എന്തെല്ലാം വിജയ സാധ്യത നോക്കിയല്ലേ ചെയ്യുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഡയറക്ടർ AK സാജൻ, അദ്ദേഹത്തിൻ്റെതാണ് കഥ. അന്ന് എൻ്റെ പേര് സാജൻ എന്നായതുകൊണ്ട് പുള്ളി അന്ന് പുള്ളി ആശാ മാത്യു എന്ന ഒരു പേരാണ് സ്വീകരിച്ചത്. കല്ലൂർ ഡെന്നിസാണ് സ്ക്രിപ്റ്റ്. SN സ്വാമി കൂടെ ഉണ്ടായിരുന്നു. മനോഹരമായ സ്ക്രിപ്റ്റാണ്. പക്ഷേ മമ്മൂട്ടി പറഞ്ഞാൽ ചെയ്യില്ല. കാരണം ഈ 2 കുട്ടികളുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നുള്ള വിഷമമല്ല. ഇത്ര ആയാലും തീർച്ചയായിട്ടും ഞാൻ ഒരു പരസ്ത്രീയെ ബന്ധപ്പെട്ടു എന്ന രീതിയിലാണല്ലോ ഒരു കുട്ടി ഇരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കഥ പറഞ്ഞു, കേട്ടു, കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ കുട്ടികൾ ജനിക്കുന്ന ആകാശത്ത് നിന്ന് ജനിക്കുന്നില്ലല്ലോ, ഞാൻ ഏതെങ്കിലും സ്ത്രീയുമായിട്ടൊന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ വേണ്ടേ? അത് പറ്റില്ല സാജ, പറ്റില്ല. ഐ ആം വെരി സോറി, എന്നെ ഒഴിവാക്ക്. വിജയ മൂവീസ് വിടുമോ? വിജയ മൂവീസിൻ്റെ ഒരു പടമാണ് സ്ഫോടനം. ഈ സ്ഫോടനം എന്ന ചിത്രം എന്ന് പറയുന്നത് ആദ്യം ജയൻ സുകുമാരൻ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതായത് സോമൻ, ജയൻ, സുകുമാരൻ അങ്ങനെ. അപ്പോൾ അതിന് മുമ്പാണല്ലോ ജയന് ആക്സിഡൻ്റ് ആവുന്നത്. അപ്പോൾ ജയന് പകരം ആര് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ആശയക്കുഴപ്പത്തിലെത്തി. അങ്ങനെ ഇരിക്കുക വേണം. അതിന് നിർമ്മാതാവ് നമ്മുടെ ഷീലയാണ്, ഷീല ചേച്ചി, നടിയില്ലേ. അതിൽ പ്രൊഡ്യൂസർ ബാബു സേവ്യർ. ഈ ബാബു സേവ്യറാണ് എൻ്റെ വിജയ മൂവീസ് പ്രൊഡക്ഷൻസിൻ്റെ സേവിച്ചിൻ്റെയും ജോളിയുടെയും മൂത്ത സഹോദരൻ. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറാണ് ഷീലാമ്മ. ഷീലാമ്മയുടെ ഭർത്താവാണ് ബാബു സേവ്യർ. അവർ പിന്നീടാണ് പോകാൻ കഴിച്ചത്. അപ്പോൾ അതിൽ ജയൻ അഭിനയിക്കേണ്ട റോള് മമ്മൂട്ടിയാണ് അഭിനയിച്ചത്. അപ്പോൾ അത് ആദ്യം അതിൻ്റെ ഡയറക്ടർക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ വിജയ മൂവീസിൻ്റെ നിർമ്മാതാവ് സേവ്യർ സാറ് മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, ധൈര്യമായിട്ട് ആ ചെറുപ്പക്കാരന് കൊടുക്കൂ. കാരണം മമ്മൂട്ടിയുടെ മുൻ ചിത്രങ്ങളുടെ അഭിപ്രായങ്ങളും പുള്ളിയെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് യാതൊരു മടിയില്ലാതെ ധൈര്യമായിട്ട് അദ്ദേഹം കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബാബു സേവ്യറാണ് എൻ്റെ നിർമ്മാതാവ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ബാബു സേവ്യറും മമ്മൂട്ടിയും തമ്മിൽ ഭയങ്കര സൗഹൃദമായി, സുഹൃത്തുക്കളായി. എന്തിനും ഏതിനും മമ്മൂട്ടിയില്ല പിന്നെ ഒരു വിജയ മൂവീസ് ഒരു ചിത്രം ആലോചിക്കില്ല. ഞാൻ തന്നെ 7 സിനിമകൾ ചെയ്തതെല്ലാം മമ്മൂട്ടിയാണ്. പിന്നെ മമ്മൂട്ടിക്ക് ഡേറ്റ് ഇല്ലാതെ വന്നപ്പോൾ 1-2 സിനിമകൾ ചെയ്യേണ്ടി വന്നു. നിറഭേദങ്ങൾ, പിന്നെ അതുപോലെ ഈ വേറെ ഒരു സിനിമ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ നിറഭേദങ്ങൾ എന്ന് പറയുന്നത് ഞാൻ മമ്മൂട്ടിയില്ല ചിത്രമാണ്. ജാക്ക്പോട്ട് എന്ന സിനിമ ഞാനല്ല ചെയ്തത്. പിന്നെ രഥോത്സവം അത് മമ്മൂട്ടി ആയിരുന്നില്ല. അങ്ങനെ ചില സിനിമകൾ മമ്മൂട്ടിയെ ചെയ്യേണ്ടി വന്നു. കാരണം മമ്മൂട്ടി ഡേറ്റിൻ്റെ പ്രശ്നം വന്നു. ഈ വിജയ മൂവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയതുകൊണ്ട് അവർക്ക് സമയാസമയങ്ങളിൽ തിയേറ്ററിൽ പടം കൊടുക്കണം. ഞാൻ പിന്നെ മമ്മൂട്ടി ഇല്ലാതെ ചെയ്ത് ചില മംഗല്യസൂത്രം എന്നൊരു സിനിമ ചെയ്തു. അതിൽ ആക്ച്വലി മമ്മൂട്ടി അടുത്താണ് ഞങ്ങൾ പോയിരുന്നത്. അന്ന് മമ്മൂട്ടിക്ക് തീരെ ഡേറ്റില്ലായിരുന്നു. മമ്മൂട്ടി തന്നെയാണ് പറഞ്ഞത്, അത് മുരളിയൊക്കെ വെച്ച് ചെയ്തുകൂടെ. അപ്പോൾ നമ്മൾ ആലോചിച്ച് ചെയ്യാനുള്ള മുരളിക്കും കനക അഭിനയ സാധ്യതയുള്ളതാണല്ലോ. ഞാനിപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് തന്നെയാണ് പറയാം, ബാക്കി മറ്റുള്ള കഥകൾ വേറൊരു അവസരത്ത് പറയാം. അങ്ങനെ ഈ സ്ഫോടനം എന്ന സിനിമ കാസ്റ്റ് ചെയ്യുന്നു. മമ്മൂട്ടിക്ക് സന്തോഷമായി. അപ്പോൾ ഒരു മതിലിൻ്റെ മുകളിൽ താഴേക്ക് ചാടണം. അത് സുകുമാരനും കൂടുതലുള്ള ആൾ മമ്മൂട്ടി.
അപ്പോൾ താഴേക്ക് ചാടുമ്പോൾ സാധാരണ നമ്മുടെ സ്റ്റണ്ടിനൊക്കെ ഈ ദേഹത്ത് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഡൈവ് ചെയ്യുമ്പോഴൊക്കെ 4-5 ബെഡുകൾ അങ്ങനെ നിരത്തും. എന്നിട്ടാണ് ഇത്ര സ്റ്റണ്ടുള്ള ആൾക്കാരായാലും മനുഷ്യരല്ലേ, വീഴും. അവർ സേഫായിരിക്കും, അവർ എക്സ്പീരിയൻസ്ഡാണ്. അങ്ങനെ മുകളിലേക്ക് ചാടുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ താഴെ ബെഡിടും, ബെഡിട്ട് അതിന് മുകളിൽ ചാടും. പിന്നെ ഞങ്ങൾ വേറെ ഡിഫറെൻറ്റ് ആംഗിൾ ഷോട്ട്സ് എടുത്തിട്ട് ആ ബെഡിൽ നമ്മൾ കാണിക്കുമല്ലോ, എഡിറ്റിങ്ങിൽ കാണിക്കുമല്ലോ. അപ്പം നോക്കിയപ്പോൾ സുകുമാരന് ചാടാനായിട്ട് ബെഡുണ്ട്, മമ്മൂട്ടി ചാടാനുള്ള സ്ഥലത്ത് ബെഡില്ല. മമ്മൂട്ടി പുതിയ ആളാണല്ലോ. മമ്മൂട്ടി ഡയറക്ടർ പറഞ്ഞു, സാർ ഞാൻ ചാടുന്ന ഭാഗം ഒരുപാട് കുഴിയാണ് ഒന്ന് എങ്ങനെ സാർ ഞാൻ ചാടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഡയറക്ടർ കയറത്തുത്രേ അന്ന് പി ജി വിശ്വംഭരൻ. കാരണം താനൊരു പുതുമുഖമല്ലേ, ഞാൻ ചാടണം, അങ്ങനെ സാഹസിക രംഗങ്ങൾ ചെയ്യണം, എന്നാലല്ലേ കയറി വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിൽ പ്രൊഡ്യൂസർ ഷീലാമ്മ ഡയറക്ടർക്ക് തന്നെ കുറച്ച് കയർത്തു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം എന്തുകൊണ്ട് ഇട്ടില്ല എന്ന്. കാരണം അവർ നല്ലൊരു ആക്ട്രസ് അല്ലേ, അവർക്കറിയാമല്ലോ വരുംവരായികളൊക്കെ. ഏതായാലും സംവിധാന നിർബന്ധത്തിന് വഴങ്ങി മമ്മൂട്ടി ചാടി, കാല് ഫ്രാക്ചറായി. എന്ത് ചെയ്യണം? അപ്പോഴേ തന്നെ ഷീലാമ്മ ഡയറക്ടറുമായിട്ട് ഒരുപാട് വഴക്കുണ്ടായി എന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവരൊരു നല്ല ആർട്ടിസ്റ്റല്ലേ, അവർക്കറിയില്ലേ ഇങ്ങനെ ഒരാവത്തം പറ്റിക്കഴിഞ്ഞാൽ സേഫായിരിക്കണം എന്നൊക്കെ. അപ്പോൾ ഷീലാമ്മയോട് അദ്ദേഹം മരിച്ചുപോയ ആളിനെ പറ്റി മോശം പറയാൻ പാടില്ല, എങ്കിലും പറഞ്ഞത് ഇങ്ങനെയാണ്, ഷീലാമ്മ അവരൊക്കെ പുതിയ ആൾക്കാർ ഇന്ന് വരും നാളെ പോവും, ഇതൊന്നും അങ്ങനെയല്ലല്ലോ, ഇതൊക്കെ കൂടുതൽ നിൽക്കില്ല എന്ന് പറഞ്ഞു അത്രേ. ഇതേ പി ജി വിശ്വംഭരൻ മമ്മൂട്ടിയെ വെച്ചിട്ട് കുറേ അധികം സിനിമകൾ നിർമ്മിച്ചു, സംവിധാനം ചെയ്തു. മമ്മൂട്ടിയുടെ ഡേറ്റിന് വേണ്ടി കാത്തിരുന്നു. ഒരു സമയത്ത് പി ജി വിശ്വംഭരന് സിനിമ ഇല്ലാതിരുന്ന സമയത്ത് മമ്മൂട്ടി അങ്ങോട്ട് വിളിച്ച് ഡേറ്റ് കൊടുത്ത ഒരു മഹാമനസ്കനാണ്. അത് പലർക്കും അറിയില്ല. മമ്മൂട്ടിയെ കാഴ്ചയിൽ പരുക്കനാണ് എന്നുള്ളതല്ലാതെ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നുള്ളതൊന്നും പണ്ട് പ്രേംനസീർ സാർ ചെയ്തതുപോലെയൊക്കെ തന്നെയാണ്. പലരും അറിയില്ല, കുറച്ചൊക്കെ അറിയാം. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഡെഡിക്കേഷനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പലതും പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ആദ്യം അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തിലാണ് അദ്ദേഹം ആദ്യം അഭിനയിച്ചത്. അതിനുശേഷം 1972 തോന്നുന്നു കാലചക്രം, അതിൽ പ്രേംനസീർ ഒരു പെൺകുട്ടിയെ, അദ്ദേഹം കടത്തുകാരനാണ്, അദ്ദേഹം നായികയെ കടത്തിക്കൊണ്ട് പോയപ്പോൾ കടത്തുകാരനില്ല. അപ്പോൾ അടൂർ ഫാസി വന്ന് നിൽക്കുമ്പോൾ ഒരു മെലിഞ്ഞ ആ സീനൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അടൂർ ഫാസി ചോദിക്കാൻ കടത്തുകാരനോട് നിൽക്കുമ്പം, ഓ താനിതൊന്നും അറിഞ്ഞില്ലേ, അയാൾ പോയി എന്നൊക്കെ ഒരു ഡയലോഗുണ്ട്. എന്നിട്ട് നസീർ സാർ രണ്ടാമത് കടത്തുകാരനായിട്ട് വരുമ്പം നസീർ സാർ ഒരു വാചകം പറയും അത്രേ, എനിക്ക് പകരം വന്ന ആളാണല്ലേ എന്ന് പറയുമെന്ന്. അത് ശരിക്കും നിമിത്തം ആ വാചകം കുറുക്കിക്കൊണ്ടില്ലേ, അതിനേക്കാൾ എത്രയൊക്കെയോ മുകളിൽ വന്നു മമ്മൂട്ടി. അപ്പോൾ ആ വാചകം നസീർ സാറിൻ്റെ വായിൽ നിന്ന് വന്ന വാചകം അക്ഷരാർത്ഥത്തിൽ ശരിയായി. ഇന്ന് മമ്മൂട്ടി എവിടെ നിൽക്കുന്നു? ഒരു അംബേദ്കറായിട്ട് മമ്മൂട്ടി വേണം. അതിനുശേഷം MT വാസുദേവൻ നായരുടെ അദ്ദേഹത്തിൻ്റെ തൃഷ്ണ എന്ന സിനിമയിൽ അതിൽ മമ്മൂട്ടി ആയിരുന്നില്ല, അതിൽ ആ തൃഷ്ണയിൽ ബാബു നമ്പൂതിരി ആയിരുന്നു ആ റോൾ അഭിനയിക്കേണ്ടിരുന്നത്. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി. 2-3 ദിവസമായിട്ടും IV ശശിയാണ് ഡയറക്ടർ, ആയിട്ടും ബാബു നമ്പൂതിരിക്ക് അങ്ങോട്ട് ഒത്തു വരുന്നില്ല. ഏതായാലും ഷൂട്ടിംഗ് നിർത്തി. ബാബു നമ്മുടെ അടുത്ത് പറഞ്ഞില്ല, പക്ഷേ വേറെ നടന് വേണ്ടിയിട്ട് അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് രതീഷ് പറഞ്ഞു, ഞാൻ ഒരു ആളിനെ പറയാം, അത് മമ്മൂട്ടി എന്നാണ് പേര്, നല്ല നടനാണ്, നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഉയരമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ മമ്മൂട്ടിയെ പരീക്ഷിക്കുക, ഞാൻ ഉറപ്പ് തരുന്നു ആ റോളിന് കറക്റ്റായിരിക്കും. അപ്പോൾ IV ശശി ഡയറക്ടറാണെങ്കിലും വാസുവേട്ടനോട്, അതായത് MT വാസുദേവൻ നായരാണെങ്കിൽ വാസുവേട്ടൻ എന്ന് വിളിക്കും, അദ്ദേഹത്തോട് ചോദിക്കാൻ ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ ഡയലോഗ് കുത്തുകോമ വരെ അദ്ദേഹം ശരിക്കും ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് ഡയറക്ടറെ ഏൽപ്പിക്കുന്നത്. പിന്നെ ഒരു അക്ഷരമോ ഒരു വാക്കോ നമുക്ക് മാറ്റേണ്ടി വരില്ല, മാറ്റാൻ സാധ്യമല്ല. അവിടെ ഒരു അക്ഷരം നമുക്ക് വേറെ ഒന്നും വയ്ക്കാനും പറ്റില്ല. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റും ഡയലോഗും. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചെയ്തിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത സ്ക്രിപ്റ്റുകൾ ഒരു 10 എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, 10 ബുക്കുകൾ പബ്ലിഷ്ഡ്. അതൊക്കെ സത്യം എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള പുസ്തകങ്ങളാണ്. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര നല്ല സ്ക്രിപ്റ്റുകളാണ്. അപ്പോൾ വാസുവേട്ടനോട് പറഞ്ഞു, MG വാസുദേവനോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഇട്ടോളൂ, എടുക്കാൻ പറഞ്ഞു. ഫസ്റ്റ് ടേക്കിൽ തന്നെ പ്രതീക്ഷിച്ചതിലും അപ്പുറമല്ലേ മമ്മൂട്ടിയുടെ പ്രകടനം. അങ്ങനെ അത്ര മനോഹരമായിട്ട് മമ്മൂട്ടി പെർഫോമൻസ് ആയിരുന്നു. ഇടയ്ക്ക് വേറെന്ന് പറയാൻ വിട്ടുപോയി, സ്ഫോടനം എന്ന സിനിമയിൽ അഭിനയിച്ചു. അതിനുശേഷം അദ്ദേഹം ഡബ്ബിങ്ങിന് പോയപ്പോൾ ഈ ഡയറക്ടർ പറഞ്ഞു അത്രേ, ശബ്ദം കൊള്ളില്ല എന്ന്. അതെന്താണെന്ന് തുറന്ന് പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. തിയേറ്ററിന് പുറത്ത് വന്നിരുന്ന് പൊട്ടിക്കരയുമ്പോൾ
കൊച്ചിൻ്റെ ഹനീഫ അങ്ങോട്ട് എന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. അല്ല, ഒരു അഭിനയിച്ചു ഞാൻ, എൻ്റെ ശബ്ദം കൂടെ ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷേ എൻ്റെ ശബ്ദം നല്ലതല്ല എന്ന് സംവിധായകൻ പറഞ്ഞു. എൻ്റെ ശബ്ദം വേറെ ആരോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ കൊച്ചിൻ്റെ ഹനീഫ പറഞ്ഞു അത്രേ, ഈ ശബ്ദം മലയാള സിനിമയിൽ ഒരു അമൂല്യ നിധിയായിട്ട് വരും. മമ്മൂട്ടി നോക്കിക്കോ. അതായത് പണ്ടും പലരും പറ്റി പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ഈ വിഷമം മമ്മൂട്ടിക്ക് മാറും ഒരവസരം വരുമ്പോൾ. അത് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം, കൊച്ചിൻ ഹനീഫയുടെ മരണത്തിന് ഒരു അനുശോചനം ഉണ്ടായിരുന്നു. ആ അനുശോചന രംഗത്തിൽ മമ്മൂട്ടി ഈ ഡയലോഗ് ആവർത്തിച്ചു. അന്ന് ഞാൻ ഹൃദയവേദനയോടുകൂടി തിയേറ്ററിന് പുറത്തിരുന്നപ്പോൾ എന്നെ ആശ്വസിപ്പിച്ച കൊച്ചിൻ ഹനീഫ ഈ ശബ്ദത്തിൻ്റെ മഹത്വം ജനങ്ങൾ മനസ്സിലാക്കും എന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ ഓർക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് മമ്മൂട്ടി പറഞ്ഞത്. കാരണം മമ്മൂട്ടി ഒന്നും മറക്കില്ല, എന്തും ആരും എപ്പോഴും. ശ്രീനിവാസൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞിരുന്നത് അവിടെ മദ്രാസിൽ ഓടുകൊണ്ടാണ് താമസിക്കുമ്പോഴത്തേക്ക് മമ്മൂട്ടി കോറിഡോറിച്ചിട്ടോ ചെന്ന് ചോദിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പേര് ശ്രീനിവാസനല്ലേ, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, നാട് കൂത്തുപറമ്പല്ലേ എന്ന് പറഞ്ഞിട്ട് സർവത്ര ജാതകവും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. അപ്പോൾ ആ മമ്മൂട്ടി പിന്നീട് നമ്മൾ പറയണ്ടല്ലോ, എത്രയെത്ര ഐവിശേഷ സിനിമകൾ, എത്രയെത്ര പഴശ്ശിരാജ, വടക്കം വീരഗാഥ, ഞാനങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ഇന്നും തീരില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും വേറൊരു അവസരത്തിൽ പറയാം. ഇന്നിപ്പോൾ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞുള്ളതേ ഉള്ളൂ. എങ്കിലും ഒന്നുകൂടെ പറയണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാൻ വിട്ടുപോയി. അങ്ങനെ ഒരു നോക്ക് കാണാൻ പുള്ളി ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എന്ത് വെച്ചാലും മമ്മൂട്ടി ചെയ്യണം. അപ്പോൾ ഞാൻ മമ്മൂട്ടിക്ക് വാക്ക് കൊടുത്തു. മമ്മൂട്ടി അതിൽ അംബികയാണ് മമ്മൂട്ടിയുടെ നായിക. പിന്നെ ഒന്ന് കണ്ണൂർ ശ്രീലത. കണ്ണൂർ ശ്രീലതയിൽ ജനിക്കുന്നതാണ്, അതായത് ഭാര്യ, യഥാർത്ഥമായിട്ടുള്ള ബേബി ശാലിനി. ഇനിയൊരു ബേബി ശാലിനി ഉള്ളത് ഡബിൾ ഡ്രോണാണല്ലോ, അത് അംബികയിലാണ്. അത് വിവാഹത്തിന് മുമ്പുള്ള കുട്ടിയാണ്. താനിത് എങ്ങനെ എടുക്കും? ഞാൻ പറയും, മമ്മൂട്ടി നിങ്ങൾ ദേഹത്തുണ്ടല്ലോ, അത് ഞാൻ ആകാശത്ത് കുട്ടി ഉണ്ടാക്കും. ഞാൻ പറയും, മമ്മൂട്ടി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കുറേ കാലം ഞാൻ അസോസിയേറ്റായിട്ടൊക്കെ വർക്ക് ചെയ്തതാണ്. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു പ്രണയരംഗങ്ങൾ ഒരു വണ്ടി എന്ന് പൂവിലിരിക്കുന്നതും രണ്ടിൽ പൂവ് മുട്ടുന്നതും അങ്ങനൊന്നും അല്ലാത്ത രീതിയിൽ ഞാൻ ഒരു പാട്ടിലൂടെ കാണിക്കാം എന്ന് പറഞ്ഞു. അത് പിന്നെ ധൈര്യം തരണമെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും ഞാൻ പറഞ്ഞേക്കാം, തൊട്ടഭിനയിക്കുന്ന പരിപാടി എന്നെ കിട്ടുന്നില്ല. ഓക്കെ? അപ്പോൾ ഞാൻ ഓക്കെ, എനിക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ. മമ്മൂട്ടിനെ വേണം താനും. മമ്മൂട്ടി വെച്ചെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. കാരണം വിജയമോഹസിൻ്റെ ഡേറ്റൊക്കെ മമ്മൂട്ടി കറക്റ്റായി കൊടുക്കും, അതിന് കുഴപ്പമില്ല, മറ്റൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മമ്മൂട്ടി കഥ ഞാൻ ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിക്ക് നല്ല കഥയല്ലേ, നല്ല സെൻറ്റിമെൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മമ്മൂട്ടി കഥയും ഇഷ്ടപ്പെട്ടെങ്കിലും ഈ കൂടെ അഭിനയിക്കുന്ന സ്ത്രീയെ തൊട്ടഭിനയിക്കുന്ന പ്രശ്നമുള്ള വേറൊന്നുമില്ല. അത് പുള്ളിക്കാരൻ്റെ ഒരു പോളിസിയാണത്. അത് അങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിയ അങ്ങനെ അഭിനയിക്കണമൊന്നുമില്ല നല്ല കഥകൾക്ക്. എൻ്റെ സിനിമകളിലും ഞാൻ മമ്മൂട്ടി കൊണ്ട് ചെയ്യിച്ചിട്ടില്ല, ഒറ്റ സിനിമ ചെയ്യിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം കൂടെ പറയാം, എങ്ങനെയാണെന്ന് എടുത്തെന്ന്. അതൊരു ചെറിയ കുട്ടൻസ്, ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ എന്ത് ചില പാട്ടിൽ കൂടിയിട്ട് ഈ ഒരു കുട്ടി ചിന്നമോള്, ഒരു കുട്ടി ഉണ്ണിമോള്, അമ്പയെടുത്തിട്ട് ഉണ്ണിമോള് അമ്പയെടുത്ത് ചിന്നുമോള്, മമ്മൂട്ടി ഉണ്ണിമോള്, അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ടിലൂടെ ഉണ്ണിമോളെ ഉറങ്ങി. മമ്മൂട്ടി ഒരു വ്യവസായ പ്രമുഖനാണ്. ആ വ്യവസായ പ്രമുഖനായ അദ്ദേഹത്തെ ഈ ലേബർ ഓഫീസർ എന്തെല്ലാം ബുദ്ധിമുട്ടിക്കാമോ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും വാങ്ങില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ജയദേവൻ എന്ന് പറഞ്ഞ മമ്മൂട്ടി ക്യാരക്ടറിന് അംബിക ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ വെറുതെ ആയിരിക്കില്ല, ഞാൻ ലൊക്കേഷൻ നോക്കാനായിട്ട് അങ്ങനെ പലപ്പോഴും പോയപ്പോൾ പീച്ചിയിലാണ് അതിൻ്റെ പാട്ട്. നല്ല പാട്ടാണ് അത്. പുന്നാരമേ പറന്നെൻ്റെ മുന്നിൽ എന്നുള്ള പാട്ടിൽ തളിരുമേനിയിൽ ഉഗ്രം പാട്ടാണ്. ഇനിയും ഈ ഒരു നോക്ക് നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ ഈ പാട്ട് കാണുക. അതിൽ വേറെയും ഉണ്ട്, മെഴുതിരിയൊക്കെ വെച്ചിട്ട് ഇൻഡോർ സ്റ്റേഡിയം തൃശ്ശൂർ അടുത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുക. ഞാൻ ലൊക്കേഷൻ നോക്കാൻ പോയപ്പോൾ ഭാഗ്യത്തിന് അവിടെ ഒരു വള്ളിക്കുടിലുണ്ടായിരുന്നു. അപ്പോൾ വള്ളിക്കുടിൽ കയറിയെടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചു. കാരണം അങ്ങനെ വെറുതെ ഒരു വള്ളിക്കുടിലിൽ പോയി കയറി കഴിയുമ്പോഴത്തേക്കൊക്കെ അതൊരു സാധാരണ പ്രൊഫഷണലാവില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ അന്ന് പ്രൊഡ്യൂസറെടുത്ത് പറഞ്ഞു, ഏതായാലും ദൈവം എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഈ പാട്ടിൻ്റെ അവസാനമാകുമ്പം നല്ലൊരു ഇടിവെട്ടിയൊരു മഴ പെയ്താൽ ഈ നായകനും തീർച്ചയായിട്ടും വള്ളിക്കുടിലിൽ പോകും. വള്ളിക്കുടിലിൽ പോയ ശേഷം ഒരു ഇടിയൊക്കെ വെട്ടതിന് ശേഷം തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് അവർ തമ്മിൽ പ്രണയിതാക്കൾ ശാരീരികമായി ബന്ധപ്പെട്ടത് സിംബോളിക്കായിട്ട് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ മമ്മൂട്ടി എടുത്ത് പറഞ്ഞു. മമ്മൂട്ടി അങ്ങനെയൊക്കെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതൊക്കെ മതിയാവുമോ
എന്തെങ്കിലും ചെയ്യ്. കാരണം ഞാൻ പറഞ്ഞു അപ്പം മമ്മൂട്ടിക്ക് വീണ്ടും അറിയണം. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാം മമ്മൂട്ടി, അത് നോക്കിയോളൂ, നിങ്ങൾ തൊടണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനെന്ത് ചെയ്ത്. അമ്പി എനിക്ക് പണ്ടേ പരിചയമുണ്ട്. ചോറ്റാനിക്കര അമ്മ എന്ന പടത്തിൽ അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് വെല്ലാണ്ട് സ്റ്റുഡിയോ വന്നതും പിന്നീട് സത്രത്തിൽ രാത്രിയിൽ ഇറക്കിയതും അതൊക്കെ ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ട്, കുടുംബപരമായിട്ട് ഞങ്ങൾ പരിചയമുണ്ട്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എനിക്കറിയാം. അപ്പോൾ അമ്പിക അടുത്ത് ഞാൻ പറഞ്ഞു, അമ്പിക വന്ന് തമിഴിൽ സൂപ്പർ പദവിയിൽ നിൽക്കുന്ന പോസ്റ്റിൽ നിൽക്കുന്ന ആളാണ്. മമ്മൂട്ടി ഞാൻ പറഞ്ഞു, അമ്പിക ഇങ്ങനെ സംഭവമുണ്ട്. കാരണം മമ്മൂട്ടി കൂടെ അഭിനയിക്കുന്ന സ്ത്രീയെ തൊട്ട് അഭിനയിക്കില്ല. അതറിയാം ചേട്ടാ. പിന്നെ ഇങ്ങനെ അവരുണ്ട്, ഈ ആകാശത്തൊന്നും കുഞ്ഞു വരില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ഗിമിക്സ് കാണിക്കും, അതിന് അമ്പികയുടെ സഹകരണം എനിക്ക് വേണം. എന്തായിട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഈ പാട്ടിൻ്റെ അവസാനം ഈ വള്ളിക്കുള്ളി നല്ലൊരു വള്ളിക്കുള്ളിലാണ് കേട്ടോ, ഭാഗ്യത്തിന് ഒരു ഹട്ട് പോലെ ഇരിക്കും, പുറമേ നോക്കി കാണത്തില്ല, അത്ര രീതിയിൽ ഹട്ടാണ്, അത് നിങ്ങൾ കാണണം. അങ്ങനെ ഞാൻ പറഞ്ഞു, നീ അതിലോട്ട് കയറുമ്പോൾ ഞാനെന്ത് ചെയ്യും, ഒരു മഴ പെയ്ക്കും, മഴയെ കൊണ്ട് നമുക്ക് പെയ്ക്കാമല്ലോ, പിന്നെ ഇടിവെട്ട് നമ്മൾ സൗണ്ട് കൊടുക്കും. ഞാൻ ഇടിവെട്ടി എന്ന് പറയുമ്പം അമ്പിക നീ കയറിയെ കെട്ടിപ്പിടിക്കണം, പിന്നെ ഞാൻ ബാക്കി കാര്യം ഞാൻ ഏറ്റെന്ന് പറയും. പിന്നെ മമ്മൂട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചേട്ടാ പുള്ളിക്കാരൻ സമ്മതിക്കും. നമ്മൾ സമ്മതിക്കണ്ട, അമ്പിക സമ്മതിച്ചോ, മമ്മൂട്ടിയെല്ലാം അങ്ങോട്ട് കയറി കെട്ടിപ്പിടിക്കുന്നത്. അത് നിങ്ങൾ അമ്പിക മനപ്പൂർവ്വം പെണ്ണ് കയറി അങ്ങോട്ട് ചെയ്യുന്നതല്ലല്ലോ. ഒരു ഇടി കെട്ടുമ്പോഴത്തേക്ക് ഒരു പെണ്ണ് പേടിക്കില്ലേ, അടുത്തേക്ക് ആൾക്കാർ കെട്ടിപ്പിടിക്കില്ലേ, ഏറ്റുകെട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം വന്നു. ആനന്ദക്കുട്ടനോട് ഞാനിത് പറഞ്ഞു വെച്ചിരുന്നു, പിന്നെ അതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരുടെ അടുത്ത് പറഞ്ഞു വെച്ചിരുന്നു. കാര്യങ്ങളൊക്കെ മമ്മൂട്ടിക്ക് മാത്രം അതറിയില്ല ഈ എങ്ങനെ സംഭവം എന്നുള്ളത്. മഴ പെയ്തു, അകത്തേക്ക് കയറി, പിന്നെ നല്ല ഷോട്ടുകൾ നമ്മുടെ ക്ലോസപ്പ് എടുത്തു. ആ ഷോട്ടുകൾ എടുത്ത് കണ്ടാൽ മമ്മൂട്ടി അങ്ങനെ പോലും തയ്യാറല്ല എന്ന മമ്മൂട്ടിയെക്കുറിച്ചാണ് ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു ചെറുപ്പക്കാരൻ, താങ്കളുടെ ഹീറോയുടെ ഒരു വേഷം കണ്ടോ, എന്താണ് ചെയ്തിരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വലിയ കാര്യസാധ്യം പോലെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് അയച്ചത്. ഞാൻ ആദ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരാൾ തിരിഞ്ഞെടുക്കുന്നത് കാണാം, അത് മമ്മൂട്ടിയാണ് തോന്നിയില്ല. മമ്മൂട്ടിയുടെ മുഖം കണ്ടപ്പോൾ ഷോ ഇങ്ങനെ ആയിപ്പോയാണ്, എന്ത് ചെയ്യാം. പിന്നല്ലേ ഞാനും ഒരു നോർമൽ സ്റ്റേജിലേക്ക് എത്തിയത്. ഇനി മമ്മൂട്ടിയെക്കുറിച്ചും മമ്മൂട്ടിയുടെ അനിയന്മാരെക്കുറിച്ചും സഹോദരിമാരെക്കുറിച്ചും 5 പേരാണ്. 3 സഹോദരന്മാർ, 2 സഹോദരിമാർ, വാപ്പ, ഉമ്മ, ചെമ്പ്, വൈക്കം, അവരെങ്ങനെയല്ലോ അദ്ദേഹം ലോ കോളേജ് വന്നത് എങ്ങനെ, ഏതെല്ലാം കോളേജിൽ പഠിച്ചത് എങ്ങനെ, അതൊക്കെ ഞാൻ തീർച്ചയായിട്ടും മമ്മൂട്ടിയെക്കുറിച്ചൊരു മാത്രം ഒരു സംഭവം ഞാൻ വീണ്ടും പറയാം. കാരണം എത്ര പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് 2, 3, 4, 5 എപ്പിസോഡിലും തീരില്ല. അതുകൊണ്ട് എല്ലാം കൂടെ പറഞ്ഞാൽ ഒരുപാട് ദൈർഘ്യമായി പോകും. ഇന്ന് എനിക്ക് ഇത്രയൊക്കെ നിങ്ങളെ അറിയിക്കണമെന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ പറഞ്ഞാൽ നിർത്തുന്നതിന് മുമ്പ് വീണ്ടും പറയുന്നു, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കുകൾ വളരെ കുറവാണ്. ഈ ലൈക്കുകൾ നമ്മുടെ ഇതിൻ്റെ യൂട്യൂബേഴ്സിന് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ലൈക്കുകളുടെ എണ്ണം കൂടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വർദ്ധിക്കുന്നത്. വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ പുതിയ പുതിയ കാര്യങ്ങൾ തരാനുള്ളൊരു അഭിനിവേശം നമുക്കുണ്ടാവും. ഏതായാലും ഞാൻ ഇന്ന് മമ്മൂട്ടിയെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.